വോട്ടെണ്ണലിന്റെ ആദ്യ നിമിഷം മുതൽ ലീഡ് നിലനിർത്തിയാണ് ട്രംപ് ഇലക്ട്രൽ കോളേജ് വോട്ടുകളിൽ ഭൂരിപക്ഷം നേടിയത്. റിപ്പബ്ലിക്കൻ കോട്ടകളായ കെൻഡക്കിയും ഇന്ത്യാനയുമാണ് ആദ്യം ട്രംപിനെ തുണച്ചത്. കാലിഫോർണിയ, ന്യൂയോർക്ക് തുടങ്ങിയ ഡെമോക്രാറ്റിക് ശക്തി കേന്ദ്രങ്ങളുടെ ഫലമറിഞ്ഞപ്പോൾ മാത്രമാണ് ഹിലറി ക്ലിന്റന് നേരിയ ലീഡ് നേടാനായത്. പോരാട്ടത്തിന്റെ വീറും വാശിയും ഫലപ്രഖ്യാപനത്തിലുടനീളം പ്രതിഫലിച്ചു. ട്രംപ് ലീഡ് ചെയ്യുമ്പോഴൊക്കെ തൊട്ടുപിന്നിൽ ഹിലരിയും ഉണ്ടായിരുന്നു. പക്ഷേ ഹിലരി വോട്ട് ചെയ്ത അർക്കൻസാസ് അടക്കം ഡെമോക്രാറ്റിക് ശക്തി കേന്ദ്രങ്ങളിലും ട്രംപ് ലീഡ് നേടിയതോടെ ഹിലരിയുടെ പ്രതീക്ഷകൾ മങ്ങി. എങ്ങോട്ടും മറിയുമെന്ന് പ്രവചിച്ച ഫ്ലോറിഡയും പെൻസിൽവാനിയയും നോർത്ത് കാരോലിനയും റിപ്പബ്ലിക്കന്മാർക്കൊപ്പം നിന്നതോടെ ട്രംപ് വിജയം മണത്തു. ഒഹായോ പിടിച്ചാൽ അമേരിക്ക പിടിച്ചു എന്ന ചരിത്രം ആവർത്തിച്ച് ട്രംപ് വിജയം ഉറപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ആദ്യഘട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ 1% മാത്രം സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഡൊണാൾഡ് ട്രംപ് എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിയാണ് അന്തിമ വിജയം നേടിയത്. പ്രചാരണത്തിലുടനീളം വിവാദങ്ങളും വാഗ്ദാനങ്ങളും വാരിയെറിഞ്ഞ ട്രംപിന്റെ ശബ്ദം ഇനി വൈറ്റ് ഹൌസിൽ മുഴങ്ങും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. പ്രധാനപ്പെട്ട സ്വിംഗ് സ്റ്റേറ്റുകളായ ഫ്ലോറിഡ, ഒഹായോ, പെൻസിൽവേനിയ, നോർത്ത് കരോലിന എന്നിവിടങ്ങളിൽ 2 ഡെമോക്രാറ്റിക് ക്യാമ്പ് പ്രതീക്ഷിച്ചിരുന്നു. 29 ഇലക്ട്രൽ കോളേജ് അംഗങ്ങളുള്ള ഫ്ലോറിഡയും 20 അംഗങ്ങളുള്ള പെൻസിൽവേനിയയും ഒപ്പം നിൽക്കുമെന്നായിരുന്നു ഹിലരിയുടെ കണക്കുകൂട്ടൽ. അഭിപ്രായ സർവേ ഫലങ്ങളും ഹിലരിയുടെ കണക്കുകൂട്ടലുകൾക്കൊപ്പമായിരുന്നു. എന്നാൽ വോട്ടെണ്ണിയപ്പോൾ ഹിലരിയുടെയും ഡെമോക്രാറ്റിക് ക്യാമ്പിന്റെയും എല്ലാ പ്രതീക്ഷകളും തെറ്റി. ഫ്ലോറിഡയും പെൻസിൽവേനിയയും ഒഹായോയും ട്രംപിനൊപ്പം ചേർന്നു. കഴിഞ്ഞ തവണ ഒബാമയെ പിന്തുണച്ച സ്റ്റേറ്റുകളാണിത്. ഇതിനു പുറമെ 2012 നേടിയ നോർത്ത് കരോലിനയും റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ സ്വന്തമാക്കി. 82 ഇലക്ട്രൽ വോട്ടുകളാണ് ഈ 4 സ്റ്റേറ്റുകളിൽ മാത്രമുള്ളത്. കഴിഞ്ഞ തവണ ഒബാമയ്ക്കൊപ്പം നിന്ന ഡെമോക്രാറ്റിക് സ്വാധീന മേഖലകളായ മിഷിഗൺ, വിസ്കോസിൻ എന്നിവയും ഇത്തവണ ഹിലരിയെ കൈവിട്ടു. അതോടൊപ്പം ഹിലരിയുടെ സ്വന്തം സംസ്ഥാനമായ അർക്കൻസാസും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂലമായി വിധിയെഴുതി. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രംപിന് ലഭിച്ചത് 32 ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ. സ്വിംഗ് സ്റ്റേറ്റുകളിലും ഡെമോക്രാറ്റിക് സ്വാധീന മേഖലകളിൽ നിന്നുമായി ട്രംപ് 114 ഇലക്ട്രൽ കോളേജ് അംഗങ്ങളെയാണ് സ്വന്തമാക്കിയത്. ഇതോടൊപ്പം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ മധ്യ അമേരിക്കൻ സംസ്ഥാനങ്ങൾ മുഴുവനും ട്രംപിനൊപ്പം ചേർന്നു. അതോടെ ഹിലരിയുടെ നേട്ടം കാലിഫോർണിയ, ന്യൂയോർക്ക്, വാഷിംഗ്ടൺ തുടങ്ങിയ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കുത്തക സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങി. ചാഞ്ചാടി നിൽക്കുന്ന സ്റ്റേറ്റുകളിൽ ശ്രദ്ധയൂന്നി നടത്തിയ പ്രചാരണം ട്രംപിന്റെ വിജയത്തിൽ നിർണായകമായി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.